സ്റ്റോറിൽ എൻ്റെ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണാം, എൻ്റെ റേഷൻ കാർഡ് എന്നുള്ളത്. ആ ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഓപ്പൺ എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഗോട്ടിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് റേഷൻ കാർഡ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതുപോലെ ഷോ നിയറസ്റ്റ് റേഷൻ കാർഡ് ഷോപ്പ്, അതുപോലെ തന്നെ പുതിയ ആളെ ആഡ് ചെയ്യാനും റേഷൻ കാർഡ് ട്രാൻസ്ഫർ ചെയ്യാനും അവസാനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളവിടെ റേഷൻ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വ്യൂ മൈ കാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന, അതായത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ പാസ്വേഡ് എന്നുള്ള ഭാഗം കാണാം. അതിൽ OK കൊടുക്കുക. അതിനുശേഷം എൻ്റർ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു 6 അക്ക പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 6 അക്ക പാസ്വേഡ് അടിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി എൻ്റർ ദ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. കാർഡ് ഉടമയുടെ പേര്, അതുപോലെ കാർഡ് നമ്പർ, എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ആദ്യത്തെ ഭാഗത്ത് കാണാം. അതിനുശേഷം അപേക്ഷയുടെ സ്ഥിതി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി കാർഡിൽ ഉൾപ്പെട്ടവർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം. അതിനുശേഷം റേഷൻ വിഹിതം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിൽ ലഭിക്കുന്ന വിഹിതമാണ് ഈ കാണുന്നത്. ഇതിൽ കാണുന്നതെല്ലാം നമുക്ക് ഈ റേഷൻ കാർഡിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വാങ്ങിയ റേഷൻ വിഹിതം എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വാങ്ങിയ വിഹിതം എപ്പോഴാണ് വാങ്ങിച്ചത്, ഏത് തീയതിയാണ്, എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ റേഷൻ കടയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചോ എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ അയക്കണമെങ്കിൽ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒരു വിഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കമ്മീഷണർ സിവിൽ സപ്ലൈസ്, അതുപോലെ തിരുവനന്തപുരം മുതൽ നമുക്ക് കാസർഗോഡ് വരെയുള്ള എല്ലാ റേഷൻ കടകളിലും സിവിൽ സപ്ലൈസിൻ്റെയും ഓഫീസുകളുടെയും അഡ്രസ്സും അതുപോലെ ടെലിഫോൺ നമ്പറും അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.